നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. കൊല്ലവർഷം 1202 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ അടുത്ത ചിങ്ങമാസം വരെയുള്ള ഒരു വർഷത്തെ നക്ഷത്രഫലം, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് വരുന്നതെന്നും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പുതുവർഷം ഏറ്റവും ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പുതുവർഷത്തിൽ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ എടുത്തു പറയേണ്ടത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റമാണ്. ഇതോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ രാശിമാറ്റവും ഈ ഒരു പുതുവർഷത്തിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ശനിയുടെ രാശിമാറ്റം നടക്കുന്ന തീയതി ഒന്ന് നോക്കാം. 2027 ജൂൺ 3 തീയതിയാണ് ശനി മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. സാധാരണ രീതിയിൽ ശനി 2.5 വർഷക്കാലമാണ് ഒരു രാശിയിലൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നടക്കുന്നു. ആ ഒരു രാശിമാറ്റം 2026 ഒക്ടോബർ മാസം 31 സംഭവിക്കുന്നത്. നിലവിൽ കർക്കിടകൻ രാശിയിലുള്ള വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഈ രണ്ട് പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചില ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം രാഹു കേതുക്കളുടെ രാശിമാറ്റം നടക്കുന്നത് 2026 ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്രകാരം സംഭവിക്കുമ്പോൾ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന കേതു കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മറ്റ് ഗ്രഹങ്ങളെല്ലാം സാധാരണ രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു സഞ്ചരിക്കുന്നതിൻ്റെ 7ാം ഭാവത്തിലായിരിക്കും കേതു സഞ്ചരിക്കുന്നത്. ഇതൊക്കെ പൊതുവായ ചില കാര്യങ്ങളാണ്. ഇതുകൂടാതെ മറ്റ് ഗ്രഹങ്ങളെല്ലാം സംയോജിതമായിട്ട് ഓരോ രാശികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്രകാരം എല്ലാ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൃത്യമായി വിവരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് വിശദമായി ഇതിലൂടെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാത്തത്. ഇനിയൊരു കാര്യം എടുത്തു പറയേണ്ടത്, വ്യാഴത്തിന് വക്രഗതിയിൽ ഒരു രാശിമാറ്റം കൂടി ഈ ഒരു വർഷത്തിൽ സംഭവിക്കുന്നുണ്ട്. 2027 ജൂൺ ചിങ്ങത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഇപ്രകാരമൊക്കെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരപാതകൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഈ ഫലം പൂർണ്ണമായും അവതരിപ്പിച്ചിരിക്കുന്നത്. അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് കൊല്ലവർഷം 1202 ആണ്ട് ചിങ്ങം 1 തീയതി മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഒരു വർഷക്കാലം എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും ശുഭഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മേടക്കൂറുകാർക്ക് മഹാഭാഗ്യയോഗമുള്ള ഒരു പുതുവർഷമായിട്ടാണ് ഈ ഒരു കൊല്ലവർഷം കടന്നു വരുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഏതൊരു ഭാഗ്യത്തെക്കാളും കൂടുതലായിട്ട് ഒരു നക്ഷത്ര രാശിക്ക് ഉണ്ടാവേണ്ടുന്ന ഭാഗ്യമെന്ന് പറയുന്നത് ഈശ്വരാധീനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്രകാരം ചിന്തിക്കുമ്പോൾ വ്യാഴം 2026 തന്നെ, അതായത് ഒക്ടോബർ മാസം 31 തീയതി മലയാളം തുലാം 14 ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രീതിയിൽ ചിങ്ങത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ വ്യാഴം മേടക്കൂറിൻ്റെ 5ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും മേടക്കൂറിന് വ്യാഴദൃഷ്ടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യാഴം 5, 7, 9 ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ഓരോ നക്ഷത്രക്കൂറുകാർക്കും മഹാഭാഗ്യയോഗം നൽകുന്നു. പ്രത്യേകിച്ച് 5ാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിച്ചാൽ ശുഭയാത്രാ യോഗങ്ങൾ ഉണ്ടാകുക, ദൈവാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈശ്വരപ്രാപ്തി നേടാൻ കഴിയുന്ന ഒരു വർഷമായി മാറുക. അതുകൊണ്ട് തന്നെ സന്താന ഭാഗ്യയോഗം ഇല്ലാത്ത ആളുകൾക്ക് സന്താന ഭാഗ്യയോഗം വരിക. എന്നാൽ സന്താനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യയോഗങ്ങളായിരിക്കും ഈ ഒരു പുതുവർഷത്തിൽ മേടക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. സംഗീതാദി കലകളിൽ ശോഭിക്കാനുള്ള അവസരങ്ങളും അതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും നേടാനുള്ള യോഗഭാഗ്യങ്ങളും ഒക്കെ ചേർന്നാണ് ഈ ഒരു പുതുവർഷം മേടക്കൂറുകാർക്ക് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മേടക്കൂറിലേക്ക് ശനി പ്രവേശിക്കുന്നുണ്ടല്ലോ. അപ്രകാരം ചിന്തിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ജന്മശനി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജന്മശനി വരുന്നത് 2027 ജൂൺ 3 തീയതിയോടുകൂടിയാണ്. 2026 ഒക്ടോബർ 31 തന്നെ വ്യാഴം ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജന്മശനി വന്നാലും ആ ദേവദൃഷ്ടി മേടക്കൂറുകാർക്കുള്ളത് കൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ മേടക്കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്രകാരമായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ശാരീരിക ക്ലേശങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഓരോ ആളുകളുടെയും ജാതക വിധിപ്രകാരമുള്ള ഏതെങ്കിലും പ്രയാസങ്ങൾ ശാരീരികമായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു പരിഹാരം കാണാനും രോഗാരിഷ്ടതകളൊക്കെ വന്നാൽ പോലും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ മേടക്കൂറുകാർക്ക് കഴിയുന്നതായിട്ട് തന്നെയാണ് ഈ ഒരു വർഷഫലം കാണിക്കുന്നത്. തീർച്ചയായിട്ടും ജ്യോതിഷവിധി പ്രകാരം മേടക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷക്കാലം ശുഭകരമായിരിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
ശനി മേടക്കൂറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2.5 വർഷക്കാലം മേടക്കൂറിലൂടെ ശനി സഞ്ചരിക്കും. അപ്രകാരം 7.5 ശനിയുടെ 2.5 വർഷക്കാലം ആകുന്ന ജന്മശനി ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജാതക വിധിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ദോഷപരിഹാരങ്ങൾക്കുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. കാരണം വ്യാഴം ഇടയ്ക്ക് ചിങ്ങൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ആ ദേവദൃഷ്ടി കുറഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു കാലയളവൊക്കെ നോക്കിയിട്ട് മേടക്കൂർ ഒരു പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ഒന്നും കൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു തീയതി കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു തീയതി നിങ്ങൾ എഴുതി വെച്ചാൽ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. മാത്രമല്ല, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അത് തികച്ചും യാദൃശികമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് യാദൃശ്യമല്ലെന്നും ആ കാലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുന്നതെന്നും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഈ ഒരു തീയതി കൃത്യമായി ശ്രദ്ധിക്കുക. അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമുക്ക് 2026 തന്നെ ലഭിക്കുന്നു. ശനി 2027 ജൂൺ 3 ജന്മശനിയായിട്ട് വരുന്നു. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പിന്നീട് വ്യാഴം മാറുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്രകാരം ചിന്തിക്കുമ്പോൾ 2027 ജനുവരി 24 വ്യാഴം വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിന്നീട് 2027 ജൂൺ 26 കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വരുന്നു. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ 2027 ജൂൺ 3 മുതൽ ജൂൺ 26 വരെയുള്ള സമയത്താണ് മേടക്കൂറുകാർക്ക് ജന്മശനി കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയെന്ന് കൃത്യമായിട്ട് ഗണിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അവരവരുടെ ജാതകം പരിശോധിച്ച് ഓരോ കാലങ്ങളിലും വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് പോകുന്ന ആളുകൾക്കും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ജന്മശനി കാര്യമായി ബാധിക്കാറില്ല. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ തീയതി കൃത്യമായി മനസ്സിലാക്കി വെച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ 27 നക്ഷത്രക്കാരെ കുറിച്ചും പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് പരിമിതമായ കാര്യങ്ങൾ മാത്രമേ നമുക്കിതിലൂടെ സൂചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ആളുകളുടെയും കൃത്യമായ ജനനസമയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രഹനില മനസ്സിലാകുകയുള്ളൂ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഗണിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. പൊതുവായ ചില ഫലങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. കാർത്തികയുടെ അവസാനത്തെ 45 നാഴിക രോഹിണിയും മകരത്തിന് ആദ്യപതിയും ചേരുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷക്കാലത്തിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടത്, ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ചില ശുഭാശുഭ ഫലങ്ങൾ തന്നെയാണ്. രാഹുകേതുക്കളുടെ രാശിമാറ്റങ്ങൾ കാര്യമായി ഇവരെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇടവക്കൂറുകാരുടെ ഭാഗ്യം തെളിയുന്നത് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ്. പുതിയ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പുതുവർഷക്കാലം ശുഭകരമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ വീടുകളിൽ വെച്ച് മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളുണ്ട്. വിവാഹം പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഭാഗ്യം വരുന്നൊരു വർഷമായിട്ട് ഈ ഒരു പുതുവർഷക്കാലം മാറും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്കും ചില ശുഭഫലങ്ങൾ ഈ ഒരു പുതുവർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ശനി രാശി മാറി മേടക്കൂറിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് 7.5 ശനിയുടെ ഒരു തുടക്കം ഉണ്ടാകും. അപ്രകാരം ചിന്തിക്കുമ്പോൾ ആ കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അധികരിച്ച സാമ്പത്തിക ചെലവാണ്. എന്നാൽ വീട് പണിയുക, സ്ഥലം വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, നാൽക്കാലികളെ വാങ്ങുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, മേടക്കൂറിലേക്ക് ശനി പ്രവേശിക്കുന്ന 2027 ജൂൺ മാസം 3-ാം തീയതിക്ക് ശേഷം ദാനധർമാദികൾ ചെയ്തുകൊണ്ടും കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോയാൽ ഈ ഒരു പുതുവർഷം ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്കും കഴിയും. അവരവരുടെ വീട്ടിൽ ദേവകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. എന്നാൽ വ്യക്തിയിലേക്ക് ദേവദൃഷ്ടി കിട്ടുന്നത് അല്പം കുറവായിട്ടും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ചുകൂടി സന്തോഷത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊടുക്കുക. കാരണം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷത്തിൻ്റെ മധ്യത്തിന് ശേഷമാണ് ശുഭഫലങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. തുടക്കത്തിലെ ചില പ്രയാസങ്ങളൊക്കെ വന്നാലും പിന്നീട് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാരിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ കഴിയുന്ന ഒരു പുതുവർഷം തന്നെയാണ്. എന്നാൽ ഇവിടെ ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരവരുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുതുവർഷത്തിൽ ഇടവക്കൂറുകാർ ചെയ്തു പോകേണ്ടതായിട്ടുള്ളത്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പുതുവർഷക്കാലം ഇടവക്കൂറുകാർക്കും ശുഭഫലങ്ങൾ കൂടുതലുള്ളതായിട്ട് തന്നെയാണ് നക്ഷത്രഫലപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മിഥുനക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷക്കാലം ഏറെ ശുഭകരമായി കാണുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, കണ്ടകശനി മാറാൻ പോകുന്ന ഒരു പുതുവർഷമായിട്ടാണ്
കൊല്ലവർഷം 1202 ആണ്ട് ഈ നക്ഷത്രക്കുറുകാർക്ക് വരുന്നത്. 2027 ജൂൺ 3 ശനി മേടക്കൂറിൽ നിന്ന് ഇടവക്കൂറിലേക്ക് മാറുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാരുടെ കർമ്മഭാവത്തിലെ ദോഷങ്ങളെല്ലാം മാറുകയാണ്. അതായത് തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള ഭാഗ്യം വരുന്നു. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഈ നക്ഷത്രക്കൂറുകാരിലേക്ക് വരാനുള്ള സാധ്യത. എന്നാൽ ഇവിടെ വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് മാറുന്ന സന്ദർഭത്തിൽ, അതായത് വ്യാഴം മരത്തിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് കർക്കിടകക്കൂറിൽ നിന്ന് വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ യാതൊരു ദോഷവും ഇല്ലാത്തൊരു കാലയളവായിട്ട് ഈ ഒരു കൊല്ലവർഷം മാറുന്നു എന്നുള്ളത് കൊണ്ട് ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പുതുവർഷ ഫലം കാണിക്കുന്നത്. ചില മാറ്റങ്ങളൊക്കെ ഈ പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള യോഗഭാഗ്യങ്ങൾ, ഭൂസ്വത്തുക്കളോ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള ചില ഭാഗ്യങ്ങളൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ മിഥുനക്കൂറുകാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം മാത്രമാണ് സൂചിപ്പിച്ചതെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി കണക്കിലെടുക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷക്കാലം എന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലുള്ളതായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. പുണർദത്തിന്റെ അവസാനത്തെ 15 ആഴ്ച പൂയം ആയില്യം, ഈ 3 നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യമുള്ളൊരു സമയമായിട്ട് ഈ പുതുവർഷക്കാലം മാറുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ചില ശ്രദ്ധയും ആവശ്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭഫലങ്ങൾ വളരെ കൂടുതലായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി ധനാഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഒരു കാലയളവായിട്ട് ഈ പുതുവർഷം മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2026 ഒക്ടോബർ 31 കൂടിയാണ് ഈ ഒരു ഫലം ഈ നക്ഷത്രക്കൂറുകാർക്ക് അനുഭവിച്ചു തുടങ്ങാൻ വേണ്ടി കഴിയുക. അതിനുശേഷം നല്ലൊരു ഉയർച്ച ഈ നക്ഷത്രക്കൂറുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം 1-2 മാസക്കാലമൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നുവെങ്കിൽ പിന്നീട് ഈ കൊലവർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം അങ്ങോട്ടേക്ക് വീണ്ടും ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതായത് ധന നേട്ടങ്ങൾ ഉണ്ടാക്കാനും ആഗ്രഹ സബലീകരണത്തിന് സാധിക്കുന്ന ഒരു കാലയളവായിട്ട് ഈ ഒരു കാലം മാറുമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു നക്ഷത്രഫലത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കലാകായിക രംഗത്ത് ശോഭിക്കാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് സംഗീതാദി കലകൾ കൊണ്ട് ചില ശുഭഫലങ്ങൾ ഈ ഒരു പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. മറ്റ് ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാവിയെ മെച്ചപ്പെടുത്തിയെടുക്കുന്ന രീതിയിലുള്ള ചില ശുഭഫലങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ 2027 ജൂൺ 3 ശനി മേടക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് കണ്ടകശനിയുടെ ആരംഭം തുടങ്ങുകയാണ്. 2.5 വർഷക്കാലമാണ് കണ്ടകശനി സാധാരണ രീതിയിൽ ഉണ്ടാകുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ കർമ്മഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശുഭഫലങ്ങൾ വരുന്ന കൂട്ടത്തിൽ തന്നെ നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ചെയ്തു പോകേണ്ടുന്ന ഒരു കാലയളവാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ശുഭകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടുന്ന ഒരു കാലയളവ് കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ കർക്കിടകക്കൂറുകാർക്കും ഈ ഒരു പുതുവർഷത്തിൽ നേടാൻ വേണ്ടി കഴിയും. ഇവിടെ ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനകളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് കണ്ടകശനി കാലത്ത് എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറയാത്തത്. എങ്കിലും ശനിയാഴ്ച ദിവസമുള്ള പ്രാർത്ഥനകൾക്കും പ്രധാനുഷ്ഠാനങ്ങൾക്കും ദാനധർമാദികൾക്കും കൂടുതൽ പ്രാധാന്യം കർക്കിടകക്കൂറുകാർക്ക് ഈ കണ്ടകശനി കാലത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രഫലം നോക്കാം. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക, ഈ നക്ഷത്രക്കൂറുകാരുടെ ഒരു വർഷക്കാലത്തെ നക്ഷത്രഫലം പരിശോധിക്കുമ്പോൾ ഒരുപാട് ശുഭഫലങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നഷ്ടപ്പെട്ടു പോയ മൂല്യവസ്തുക്കൾ വീണ്ടെടുക്കാനുള്ള യോഗഭാഗ്യങ്ങളോടുകൂടിയാണ് ഈ ഒരു പുതുവർഷക്കാലം ചിങ്ങക്കൂറുകാർക്ക് വരുന്നത്. അതിന് കാരണം വ്യാഴം 12ാം ഭാവത്തിൽ നിന്ന് ഈ നക്ഷത്രക്കൂറിലേക്ക് വരികയാണ്. എന്നാൽ ഇവിടെ വ്യാഴം ജന്മരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നീതിയുക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്രകാരം അല്ലാതെ വന്നാൽ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ്. എന്നാൽ സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അംഗീകാരവും ആദരവും പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു പുതുവർഷമായിട്ട് ഈ ഒരു വർഷക്കാലം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അധ്യാപകരായിട്ടുള്ള ആളുകൾ, അതായത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഏറ്റവും അനുകൂലമായ ഒരു കാലയളവായിട്ടാണ് ഈ ഒരു പുതുവർഷക്കാലം ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. ശനിയുടെ രാശിമാറ്റം വലിയ ദോഷങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവുന്നില്ല എങ്കിലും ഭാഗ്യസ്ഥാനത്തേക്ക് ശനി വരുമ്പോൾ ജാതകവശാൽ ഭാഗ്യസ്ഥാനത്ത് ശനിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ജാതകത്തിൽ ദോഷഫലങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ ഫലം നൽകുന്നു എന്ന് കാണുന്നു. കർമ്മ മേഖലയിൽ വലിയ ദോഷങ്ങളില്ലാത്തൊരു കാലയളവാണ്.
അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ചിങ്ങക്കുറുകാർക്ക് ഈ ഒരു വർഷത്തിൽ കഴിയുമെന്ന് തന്നെയാണ് നക്ഷത്രഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് കന്നിക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. ഉത്തരത്തിന്റെ അവസാനത്തെ 40 നാഴികയും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറ്. ഈ നക്ഷത്രക്കൂറിന്റെ 8ാം ഭാവത്തിലേക്കാണ് ഈ പുതുവർഷത്തിൽ ശനി മാറുന്നത്. ശനിയുടെ രാശിമാറ്റം കൃത്യമായി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴം ഈ നക്ഷത്രക്കൂറിന്റെ 12ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ രാശിമാറ്റവും ഈ നക്ഷത്രക്കൂറുകാർക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. 5ാം ഭാവത്തിലേക്ക് രാഹു പ്രവേശിക്കുമ്പോൾ സന്താനങ്ങൾക്ക് ചില ഗുണഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യേണ്ട ഒരു കാലയളവായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടറേറ്റൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ ശുഭകരമായി ഭവിക്കുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ കർമ്മഭാവത്തിൽ ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അഥവാ കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ ഒരു പുതുവർഷത്തിൽ കന്നിക്കൂറുകാർ ചെയ്തു പോകേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, കുറച്ചു കാലമായി ഇവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ശനി 2027 ജൂൺ 3 മാറുകയാണ്. അത് അഷ്ടമ ഭാവത്തിലേക്ക് മാറുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുള്ള ആളുകൾ, നിയമപ്രശ്നങ്ങളുള്ള ആളുകൾ എന്നിവർക്കൊക്കെ ഒരു ആശ്വാസമായ വർഷമായിട്ട് ഈ ഒരു പുതുവർഷം മാറുന്നുവെന്ന് മനസ്സിലാക്കാം. എന്നാൽ അഷ്ടമ ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 2026 ഒക്ടോബർ 31 വ്യാഴം ചിങ്ങത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ഗുണഫലങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ വേണ്ടി കഴിയും. 2027 ജനുവരി 24 ശേഷം ചില ശുഭഫലങ്ങളൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രത്യേകമായി പ്രതീക്ഷിക്കാം. ഭൂസ്വത്തുക്കൾ ലഭിക്കാനോ അപ്രതീക്ഷിതമായിട്ട് ചില ധനാഗമന യോഗം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതകളും ഈ ഒരു കാലയളവിലുണ്ട്. എന്നാൽ അഷ്ടമശനിയുടെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശനിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളും പ്രധാനുഷ്ഠാനങ്ങളും ദാനധർമാദികൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്കും അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നതായിട്ട് കാണുന്നത്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് പൊതുവിൽ ഈ പുതുവർഷക്കാലം വളരെ മനോഹരമായൊരു വർഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. വ്യാഴം ഈ നക്ഷത്രക്കൂറിൻ്റെ 11ാം ഭാവത്തിലേക്ക് വരുന്നു. പിന്നീട് അത് കുറച്ചുനാൾ വക്രഗതിയിൽ 10ലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ തൊഴിലിലെ ചില മാറ്റങ്ങളും പുരോഗതിയും ഒക്കെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. എന്നാൽ കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും അതോടൊപ്പം തന്നെ ഈശ്വരാനുഗ്രഹവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഗ്രഹം ഓടി പിടിപ്പിക്കാനോ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയും ഈ ഒരു കാലയളവിൽ തുലാക്കൂറുകാർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവെന്ന് പറയുന്നത് ശനിയുടെ രാശിമാറ്റമാണ്. 2027 ജൂൺ 3 ശനി മേടക്കൂറിൽ നിന്ന് ഇടവക്കൂറിലേക്ക് മാറുമ്പോൾ ഈ നക്ഷത്രക്കൂറിൻ്റെ 7ാം ഭാവത്തിലേക്ക് ശനി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 2.5 വർഷക്കാലത്തെ കണ്ടകശനി ആരംഭിക്കുകയാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ഒരു പുതുവർഷക്കാലത്തിൽ ജൂൺ 3 ശേഷം ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയുന്ന ഒരു കാര്യം, ഇത്തരം തീയതികളൊക്കെ ഒരു സ്ഥലത്ത് എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എത്രയോ കാലങ്ങളായിട്ട് ജ്യോതിഷം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യരുടെ അനുഭവ സമ്പത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത്തരം പ്രയാസങ്ങൾ വരും എന്നുള്ളതല്ല, അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. ശനി 7ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തർക്കങ്ങൾ, വഴക്കുകൾ, കേസുകൾ എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കേണ്ടത് കാലയളവാണ്. സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നതോടൊപ്പം തന്നെ ചില ശുഭഫലങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ തുലാക്കൂറുകാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യാഴത്തിൻ്റെ സഞ്ചാരങ്ങളൊക്കെ തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതായിട്ട് കാണിക്കുന്നത്. എന്നാൽ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രാർത്ഥനകൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് രാഹുവിൻ്റെ രാശിമാറ്റം നടക്കുന്ന സമയത്ത് അവരവരുടെ ഭവനത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാനുള്ള പ്രാർത്ഥന ചെയ്താൽ കൂടുതൽ ശുഭഫലങ്ങൾ ഒരുപക്ഷെ നേടാൻ വേണ്ടി നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് ഈ പുതുവർഷക്കാലം കൂടുതൽ ശുഭകരമാണ് എന്ന് കാണുന്നു. ഇതിലെടുത്ത് പറയേണ്ടത് കണ്ടകശനിയോ ഏഴശനിയോ ജന്മശനിയോ ഒന്നും ഇല്ലാത്ത ഒരു ശുഭകാലഘട്ടമായിട്ടാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ശുഭഫലങ്ങൾ നേടാനും ഈ നക്ഷത്രക്കൂറുകാർക്ക് കഴിയുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി വരുന്നൊരു കാലയളവാണ്.
പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. മാത്രവുമല്ല, വിവാഹം, മംഗളകർമ്മങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലയളവായിട്ടാണ് ഈ ഒരു പുതുവർഷക്കാലം വൃശ്ചികക്കൂറുകാർക്കും വന്നു ചേരുന്നത്. മഹാഭാഗ്യ യോഗമൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ കർമ്മഭാവത്തിലൂടെ ഈ നക്ഷത്രക്കൂറുകാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വക്രഗതിയിൽ വ്യാഴം ചിങ്ങക്കൂറിൽ നിന്ന് കർക്കിടക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി വന്നു ചേരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പുതുവർഷക്കാലം ദോഷങ്ങളെക്കാൾ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന വർഷമായിട്ടാണ് വൃശ്ചികക്കൂറുകാർക്കും വന്നു ചേരുന്നത്. ഇനി ധനുക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 ആഴ്ച നക്ഷത്രക്കൂറുകാർക്ക് ഈ പുതുവർഷക്കാലം ഏറെ മനോഹരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിങ്ങം വന്നതോടുകൂടി തന്നെ ഇവർക്ക് ഒരുപാട് അനുകൂല ഫലങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. 2027 ജൂൺ 3 കൂടിയിട്ട് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഖണ്ഡശനി മാറുന്നൊരു കാലയളവാണിത്. അതോടൊപ്പം തന്നെ വ്യാഴം ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ധനുക്കൂറിന്റെ അധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ്. ആ രാശ്യാധിപനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ജന്മഭാഗ്യത്തിലൂടെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നതുപോലെ തന്നെ അവരവരുടെ ജാതകത്തിലെ എല്ലാ മഹാഭാഗ്യ യോഗങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടാകുന്ന ഒരു കാലയളവായിട്ട് മാറും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളുള്ള ആളുകളുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ ഭാഗ്യമല്ല ഉള്ളത്, എല്ലാവർക്കും ഒരേ ആയുസ്സല്ല. ഓരോരുത്തരുടെയും ഭാഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശുഭഫലങ്ങൾ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും ധനുക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. തൊഴിലിലെ മാറ്റങ്ങൾ, ജീവിത പുരോഗതി, ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില മനക്ലേശങ്ങളൊക്കെ മാറി പുതിയ വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നു. ഇനി ഇവിടെ എടുത്തു പറയേണ്ടത്, ശനി 5ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ചില കാര്യങ്ങളൊക്കെ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും പൊതുവെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പുതുവർഷക്കാലം ധനുക്കൂറുകാർക്ക് ഏറെ മംഗളകരമായ ഒരു വർഷക്കാലമാണ് എന്ന് തന്നെയാണ് നക്ഷത്രഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. ഇതിലെടുത്തു പറയേണ്ടത്, രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ ചില പ്രത്യേക ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. രാഹു മകരക്കൂറിലേക്ക് വരുമ്പോൾ രാഹുവിൻ്റെ സാന്നിധ്യം ഈ നക്ഷത്രക്കൂറിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പേരും പ്രശസ്തിയും ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മറ്റ് ദോഷങ്ങളില്ലാത്ത കാലയളവിൽ ഇത് ഒരുപക്ഷെ ജീവിതത്തിൽ ഈ വ്യക്തികളെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവായിട്ട് ഈ ഒരു കാലഘട്ടം മാറും. സാമ്പത്തിക പുരോഗതി വരാൻ വേണ്ടിയിട്ട് ചില ഭാഗ്യയോഗങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായിട്ട് കാണുന്നു. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് മകരക്കൂറുകാരെ ഈ ഒരു പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത്. 7ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ, അതായത് കർക്കിടകക്കൂറിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവിലൊക്കെ തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ദേവപ്രീതി വളരെ വർദ്ധിച്ചിരിക്കും. ആ കാലയളവ് അല്ലെങ്കിൽ ആ ഒരു സമയം കൃത്യമായി മനസ്സിലാക്കിയെടുത്ത് കൂടുതൽ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ മഹാഭാഗ്യ യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ വേണ്ടി കഴിയും. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പുതുവർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് മകരക്കൂറുകാർ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഭാവി ജീവിതത്തിലേക്കുള്ള എല്ലാ നന്മകളും ഈ ഒരു പുതുവർഷക്കാലത്തിൽ തുടങ്ങി വെക്കാനോ നേടിയെടുക്കാനോ ഈ നക്ഷത്രക്കൂറുകാർക്ക് കഴിയുന്നതായിട്ടാണ് പുതുവർഷഫലം കാണിക്കുന്നത്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആധിപത്യം ചേരുന്ന മകരക്കൂറുകാർക്ക് ഈ പുതുവർഷം ഏറെ ശുഭകരമായിട്ട് കാണുന്നു. ഇനി കുംഭക്കൂറുകാരുടെ നക്ഷത്രഫലമാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് ഈ പുതുവർഷം മനോഹരമായൊരു പുതുവർഷമാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. 2027 ജൂൺ 3 ശനി മാറുമ്പോൾ ധനപരമായ എല്ലാ തടസ്സങ്ങളും മാറി ശുഭകാര്യങ്ങൾ കൂടുതലായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. എങ്കിലും ആ കാലയളവ് വരെയുള്ള സമയത്തും ചിങ്ങം 1 മുതൽ ചില ശുഭഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ചില ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശ പര്യടനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ചില യോഗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. എല്ലാറ്റിനും ഉപരിയായിട്ട് ദോഷകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളൊക്കെ നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി നല്ല ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായ വർഷമായിരിക്കും ഈ പുതുവർഷം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ അധ്വാനിക്കേണ്ടുന്ന ചില യോഗങ്ങളൊക്കെ ഈ കുംഭക്കൂറുകാർക്കുണ്ട് എങ്കിൽ പോലും ഈ ഒരു പുതുവർഷക്കാലം അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ശുഭഫലങ്ങൾ നേടാൻ കഴിയുന്നൊരു വർഷമായിട്ട് തന്നെയാണ് വർഷഫലം കാണിക്കുന്നത്. ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം
അത്തരം പ്രയാസങ്ങൾക്കുള്ള പരിഹാരത്തിനുള്ള പ്രാർത്ഥനകൾ നടത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വർഷമായിട്ട് ഈ ഒരു വർഷം മാറുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും കുംഭക്കുറുകാർക്ക് ഈ പുതുവർഷക്കാലം ശുഭകരമായിട്ട് കാണുന്നു. ഇനി നമുക്ക് മീനക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. പൂരുരുട്ടാതിയുടെ അവസാനത്തെ നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന നക്ഷത്രക്കുറുകാർക്ക് ഈ പുതുവർഷക്കാലം ഏറെ മനോഹരമായ ഒരു വർഷക്കാലമാണ്. ചിങ്ങം 1-ാം തീയതി മുതൽ തന്നെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഒരുപാട് അനുകൂലമായ ഫലങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റങ്ങൾ കൊണ്ട് ശുഭഫലങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. വ്യാഴം ചിങ്ങത്തിലൂടെ സഞ്ചരിക്കുന്ന കാലയളവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ദേവപ്രീതിക്കായി പ്രത്യേകം പൂജകളൊക്കെ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും 2027 ജനുവരി 24 വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്ന സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ വരുന്നതായിട്ടും കാണിക്കുന്നു. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ചിങ്ങമാസം മുതൽ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ ഈ നക്ഷത്രക്കുറുകാരെ തേടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജന്മശനി മാറാൻ പോവുകയാണ്. 2027 ജൂൺ 3 ശേഷം ജന്മശനി മാറി ചില ശുഭഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ പല ദുഃഖങ്ങളും മാറി ശുഭഫലങ്ങൾ കൂടുതലായിട്ട് ഇവർക്ക് നേടാനും ശാരീരിക ശ്രേഷ്ഠത ഭവിക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഏഴരശനി പൂർണ്ണമായും മാറാത്തൊരു വർഷമാണ്. 2027 ജൂൺ 3 ശേഷം ശനി മേടക്കൂറിലൂടെ സഞ്ചരിക്കുമ്പോഴും ഏഴരശനി തുടർന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു കാലയളവിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാരപാതകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഗജകേശരി യോഗം പോലുള്ള ചില ഭാഗ്യങ്ങളൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ ചില സന്ദർഭത്തിൽ വന്നു ചേരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്രകാരമുള്ള യോഗഭാഗ്യങ്ങൾ അവരവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജാതകം നിരൂപണം ചെയ്ത് അവരവരുടെ ജാതകത്തിലെ സൗഭാഗ്യ യോഗങ്ങളെ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. രാഹുകേതുക്കളുടെ രാശിമാറ്റങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും എല്ലാം തന്നെ ഈ നക്ഷത്രക്കുറുകാർക്ക് ചില അനുകൂല ഫലങ്ങൾ നൽകുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ മീനക്കുറുകാർ ചെയ്തു പോകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു പുതുവർഷക്കാലത്ത് കൂടുതലും ശുഭഫലങ്ങൾ തന്നെയാണ് മീനക്കുറുകാരെയും കാത്തിരിക്കുന്നത്. മലയാളം കൊല്ലവർഷം 1202 ആണ്ട് ചിങ്ങം 1 മുതൽ അടുത്ത ചിങ്ങമാസം വരെയുള്ള ഒരു വർഷക്കാലയളവ് ഏറ്റവും ശുഭകരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.